നമ്മുടെ ക്ലിനിക്കിലേക്ക് എപ്പോഴും പല എൻക്വയറീസും വരാറുണ്ട്. സ്മൈൽ ഡിസൈനിങ് എന്ന് വെച്ചാൽ എന്താണ്? സ്മൈൽ ഡിസൈനിങ്ങിന് എന്താ കോസ്റ്റ് ആവുന്നത്? സ്മൈൽ കറക്ഷൻ ചെയ്യണം, എത്ര കോസ്റ്റ് ആവും? ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് റാൻഡം കോൾസ് വരാറുണ്ട്. അപ്പോൾ സ്മൈൽ ഡിസൈനിങ് എന്താണെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. സ്മൈൽ ഡിസൈനിങ് ഈസ് ആക്ച്വലി ദ ഇന്റർസെക്ഷൻ ഓഫ് ഡെന്റൽ ഹെൽത്ത് ആൻഡ് ആർട്ടിസ്ട്രി. It is balancing of your dental aesthetics with your facial features, skin tone, lip line and all. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്മൈൽ മേക്ക് ഓവർ, സ്മൈൽ കറക്ഷൻ എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡെന്റൽ ട്രീറ്റ്മെന്റിനെ അല്ല പറയുന്നത്. പല ഗ്രൂപ്പ് ഓഫ് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ഇതിൽ ഇൻവോൾവ് ആയിട്ട് വരും. ഒരു ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ പല ട്രീറ്റ്മെന്റ്സോ ഇൻവോൾവ് ആയിട്ട് വരാറുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ സ്മൈൽ ഡിസൈനിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് പോർസിലിൻ വെനീസ്, സിർക്കോണിയ ക്രൗൺസ്, ക്ലിയർ അലൈനേഴ്സ്, ഓർത്തോഡോണ്ടിക് ബ്രേസസ്, ഗം കോണ്ടൂറിങ്, പ്രൊഫഷണൽ വൈറ്റനിങ്, ഇതൊക്കെയാണ്. ഏറ്റവും സിമ്പിളായിട്ട് കോമ്പോസിറ്റ് ബോണ്ടിങ് ഉപയോഗിച്ച് നമ്മളിത് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് എപ്പോഴും വേരി ചെയ്യാറുണ്ട്. കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻ വെച്ചിട്ട് കോമ്പോസിറ്റ് ബോണ്ടിങ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ചില കേസസിൽ അതിൽ 1500 to 2000 രൂപയൊക്കെ അതിന് കോസ്റ്റ് ഇന്ത്യയിൽ ആവാറുള്ളൂ. എന്നാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. വെനീർസ്, സിർക്കോണിയ, ക്രൗൺസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്മൈൽ കറക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഇനി പല്ല് സ്ട്രെയിറ്റനിങ് ചെയ്യണം, പല്ലിൻ്റെ പൊസിഷനിങ്ങിലും അലൈൻമെൻറ്റിലൊക്കെ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്ക് ബ്രേസസ് ഉപയോഗിച്ച് ചെയ്യാം, അതല്ലാതെ അലൈനേഴ്സ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കേസസും ഉണ്ട്. നിങ്ങൾ ക്ലിയർ അലൈനേഴ്സ് ആണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്രേസസിനെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി അതിന് കോസ്റ്റ് കൂടുതലായിട്ട് വരും. ഇനി അതല്ല, നിങ്ങളുടെ ഗമ്മിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, കുറച്ച് ഗമ്മി സ്മൈലാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെ അങ്ങനത്തെ കേസസിൽ ഗം കോണ്ടൂറിങ് ചെയ്യേണ്ട, ഗമ്മിലാണ് പ്രശ്നം വരുന്നെന്നുണ്ടെങ്കിൽ ഗമ്മിൽ കോണ്ടൂറിങ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് സർജിക്കൽ പ്രൊസീജിയർ വഴിയും ചെയ്യാൻ പറ്റും, അതല്ലാതെ ലേസർ ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കേസസിലും കോസ്റ്റ് ഡിഫറൻസ് വരും. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഫിറ്റ് ആവുന്ന ഒരു ട്രീറ്റ്മെൻറ്റിനെ അല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റിനെ അല്ല സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. അത് ഇൻഡിവിജ്വൽസിനെ വേരി ചെയ്തിരിക്കും. ഓരോ കസ്റ്റം മെയ്ഡ് സ്മൈൽ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും റിക്വയർമെൻറ്റ് അനുസരിച്ച് അവരുടെ മുഖത്തിൻ്റെ ഫീച്ചേഴ്സും സ്കിൻ ടോണും അവരുടെ ലിപ്പ് ലൈനും പല്ലിൻ്റെ പൊസിഷനും പല്ലിൻ്റെ സൈസും മുഖത്തിൻ്റെ സൈസും ഇതെല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് ഇതിനെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഡെന്റിസ്റ്റ് നിങ്ങളുടെ ആ ഒരു സ്മൈൽ ഡിസൈൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും ഒരേപോലെ അല്ല ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഓരോ പേഷ്യൻസിൻ്റെയും ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ പലപ്പോഴും ഡിജിറ്റൽ സ്മൈൽ ഡിസൈൻ എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ ഡിജിറ്റൽ സ്മൈൽ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു കാർ വാങ്ങുകയാണെങ്കിൽ അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുമല്ലോ, അതുപോലെ നമുക്ക് നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ടീത്ത് എങ്ങനെ ഉണ്ടാവുമെന്ന് ഇമ്മീഡിയറ്റ്ലി നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ടീത്തിലോ വായിലോ വരുത്താറില്ല. അതിനു മുന്നേ ഇപ്പോഴും നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്മൈൽ ഡിസൈനിങ് വേണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്മൈൽ കറക്ഷൻ ചെയ്യണം എന്നൊരു റിക്വയർമെൻ്റ് ആയിട്ട് നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ക്ലിനിക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിരിക്കുന്നതും നിങ്ങളുടെ മുഖത്തിൻ്റെയും നിങ്ങൾ ചിരിക്കുന്നതും ഒക്കെയുള്ള ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസും വീഡിയോസും നമ്മൾ എടുക്കാറുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇൻട്രാ ഓറൽ 3D സ്കാനിങ് ചെയ്യും. ഇൻട്രാ ഓറൽ 3D സ്കാൻ ചെയ്തതിന് ശേഷം ഇതെല്ലാം കമ്പയർ ചെയ്ത് നമുക്ക് നിങ്ങളുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് മോക്കപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഫൈനൽ ലുക്ക്, നിങ്ങളുടെ ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയായിരിക്കും, ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ടീത്ത് ആൻഡ് ഫേഷ്യൽ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ്, അതിന് ഈ സ്മൈൽ ഡിസൈനിങ് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ആ പല്ല് ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ആൻഡ് ചിരി ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഡിജിറ്റലി സിമുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നൊരു ഐഡിയ ഉണ്ടാവും, എന്ത് റിസൾട്ടാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു കാര്യവും നമുക്ക് ക്ലിയർ ആവും. ആ ഒരു കാര്യം ആണ് നമ്മൾ ഈ ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻട്രാ ഓറൽ സ്കാനിങ് ചെയ്ത് നമ്മൾ
ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രിസിഷൻ നമ്മുടെ മുൻപ് ഉണ്ടായിരുന്ന കൺവെൻഷണൽ ടെക്നിക്സ് വായിൻ്റെ അളവെടുത്ത് ചെയ്യുന്ന കൺവെൻഷണൽ ടെക്നിക്സിനെ അപേക്ഷിച്ച് ഇന്ന് നമുക്ക് ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇൻട്രാഓറൽ 3D സ്കാനിങ് ചെയ്ത് ഇതുപോലെ ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രിസിഷനും കൃത്യതയും ഒക്കെ കിട്ടും. അതിൻ്റെ കൂടുതൽ നല്ല റിസൾട്ട്സും അതിന് ഉണ്ടാവും, ഈ ട്രീറ്റ്മെൻറ്റ്സിന് ഉണ്ടാവും. അപ്പോൾ ഈ സ്മൈൽസ് തന്നെ പലതരത്തിലുണ്ട്. നാച്ചുറൽ സ്മൈൽ, എൻഹാൻസ്ഡ് സ്മൈൽ, മെച്യൂർ സ്മൈൽ, അങ്ങനെയൊക്കെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് സ്യൂട്ടബിൾ ആകുന്ന സ്മൈൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെൻറ്റിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കി അതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ സ്മൈൽ ഡിസൈനിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു വ്യക്തത വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നും വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും സ്മൈൽ ഡിസൈനിങ്ങിലൂടെ നിങ്ങളുടെ സ്മൈൽ എൻഹാൻസ് ചെയ്യണമെന്നും നിങ്ങളുടെ കോൺഫിഡൻസ് എല്ലാം ബിൽഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ മുഖത്തിന് അനുയോജ്യമാകുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. താങ്ക് യു.